Assalamu alaikum wa rahmatullahi wa barakatuh. SSF Wisdom Hadith Class 231 عن أبي هريرة وعن أبي سعيد رضي الله عنهما قال رسول الله صلى الله عليه وسلم لا يقعد قوم يذكرون الله عز وجل إلا حفتهم الملائكة وغشيتهم الرحمة ونزلت عليهم السكينة وذكرهم الله في من عنده. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു, ഈ മഹാന്മാരിൽ നിന്ന് നിവേദനം. അവർ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യഖഉദു ഖൗമുൻ യദ്കുറൂനല്ലാഹ അസ്സ വജൽ, അല്ലാഹുവിന് ദിക്ർ ചൊല്ലിക്കൊണ്ടൊരു വിഭാഗവും ഒരുമിച്ചുകൂടി ഇരിക്കുന്നതല്ല, ഇല്ലാ ഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ വലയം ചെയ്തിട്ടല്ലാതെ, അവരെ പൊതിഞ്ഞിട്ടല്ലാതെ. അള്ളാഹുവിന് ദിക്ർ ചൊല്ലുക എന്ന ഉദ്ദേശത്തോടുകൂടെ അള്ളാഹുവിന് ദിക്ർ ചൊല്ലുകയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തുകളൊക്കെ നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് ഒരു സ്ഥലത്ത് ഒരു ടീം ഒരുമിച്ച് കൂടിയാൽ, ആ ഒരുമിച്ച് കൂടിയ വിഭാഗത്തെ, ആ ദിക്റിന്റെ ഹൽക്കയെ, സ്വലാത്തിന്റെ ഹൽക്കയെ, മദ്ഹ് പറയുന്ന ആ ഹൽക്കയെ അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ വലയം ചെയ്യുന്നതാണ്. ആ സദസ്സിനെ മലക്കുകൾ വലയം ചെയ്യും. മലക്കുകൾ അവിടെ ഒരുമിച്ച് കൂടും. വഗശിയതുഹുമുർ റഹ്മ, അള്ളാഹുവിന്റെ പ്രത്യേക കാരുണ്യം, റഹ്മത്ത് അവരെ പൊതിഞ്ഞിട്ടുമല്ലാതെയില്ല. അവരെ അള്ളാഹുവിന്റെ റഹ്മത്ത് പൊതിയുന്നതുമാണ്. വനസലത് അലൈഹിമുസ് സക്കീന, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സക്കീനത്ത് അവരുടെ മേൽ ഇറങ്ങിയിട്ടുമല്ലാതെ ഇല്ല. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അവരുടെ മേൽ സക്കീനത്ത് ഇറങ്ങുന്നതാണ്, സമാധാനം. അവരുടെ മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും നാട്ടിനും ആ ഏരിയകൾക്കൊക്കെയും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതാണ്. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ, എന്ന് മാത്രമല്ല അള്ളാഹു തആല അവന്റെ അടുക്കലുള്ള ആളുകളുടെ സമീപത്ത്, അഥവാ മലക്കുകളോട്, മലക്കുകൾക്കിടയിൽ അള്ളാഹു തആല ഇവരെ കുറിച്ച് പരാമർശിക്കുന്നതുമാണ്. എന്റെ അടിമകളാണവർ, നോക്കൂ നിങ്ങൾ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ഈ ഒരുമിച്ച് കൂടിയ ആളുകളെ കുറിച്ച് അള്ളാഹു മദ്ഹ് പറയുന്നതാണ്. അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്ന സദസ്സ്, ഒരു വിഭാഗം ആളുകൾ ദിക്ർ ചൊല്ലിക്കൊണ്ട് മൗലിദ് പാരായണങ്ങൾ ഓതുന്ന, സ്വലാത്ത് ചൊല്ലുന്ന ഹൽക്കകൾ സംഘടിപ്പിക്കുമ്പോൾ ആ ഹൽക്കകളിലേക്ക് മലക്കുകൾ വന്ന് ആ ഹൽക്കകളിൽ അവരിങ്ങനെ വലയം ചെയ്യും. ആ ദിക്റിന്റെ സദസ്സുകളിൽ മലക്കുകൾ ഒരുമിച്ച് കൂടും. അള്ളാഹുവിന്റെ പ്രത്യേക റഹ്മത്ത് ആ സദസ്സിനെ വലയം ചെയ്യും. അവിടെ അള്ളാഹുവിന്റെ സമാധാനം ആ ഒരുമിച്ച് കൂടിയ ആളുകൾക്കൊക്കെ ലഭിക്കും. അതോടൊപ്പം അള്ളാഹു തആല ഒരുമിച്ച് കൂടിയ ആളുകളെ കുറിച്ച് മദ്ഹ് പറയും മലക്കുകളോട്. ഇങ്ങനെ ഒരുപാട് മഹത്വം സദസ്സുകളിൽ കൂടുമ്പോൾ ലഭിക്കുമെന്ന് ഇവിടെ ഹദീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. നമുക്ക് സ്വലാത്ത് ചൊല്ലാറുണ്ട്, ദിക്റുകൾ ചൊല്ലാറുണ്ട്, ഒറ്റക്കും കൂട്ടമായിട്ടൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് അത് ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കുമ്പോഴാണ്. അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇത്തരം മലക്കുകളുടെ സാന്നിധ്യവും അതോടൊപ്പം അള്ളാഹുവിന്റെ ഈ പുകഴ്ത്തലുകൾക്ക് കാരണമാവുകയും അതിന്റെ ഒക്കെ പുറമെ ദുആ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ആരുടെയെങ്കിലും ഒക്കെ ഒരാളുടെ ദുആ സ്വീകരിച്ചാൽ അതിന്റെ ഗുണം എല്ലാവർക്കും ലഭിക്കുകയും ചെയ്യും. ഇത്രയും വലിയ നേട്ടം ദിക്റിന്റെ ഹൽക്കകൾക്ക് ലഭ്യമാണ്. അതുകൊണ്ട് ദിക്റിന്റെ ഹൽക്കകൾ നാം ഒരിക്കലും ഒഴിവാക്കരുത്. സ്വലാത്തിന്റെ ഹൽക്കകൾ നാം ഒരിക്കലും ഒഴിവാക്കരുത്. പ്രത്യേകിച്ച് ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളിലുള്ള ഹൽക്കകളും സ്വലാത്തിന്റെ ഹൽക്കകളും ഒക്കെ നാം ഒറ്റക്കിരുന്ന് ആ സമയത്ത് വളരെ ഖുശൂഅോടുകൂടെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഇത്തരം സദസ്സുകളിലൊക്കെ പങ്കെടുത്ത് അതിന്റെ പുണ്യം നേടാൻ നാം ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.
ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി